ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഫിനാൻസ് ലീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഒരു NDA ലിമിറ്റഡ്, അവരൊക്കെ ലീസ് ആണ്, അത് എക്സ് ലിമിറ്റഡിന്റെ കയ്യിൽ നിന്നാണ് ലീസ്. അപ്പൊ അത് കാലാവധി 3 വർഷമാണ്. ഇൻ ദ ബിഗിനിങ് ഓഫ് ഇയർ 2014 ഫോർ എക്യുപ്മെന്റ് കോസ്റ്റിംഗ് 7 lakh. അപ്പൊ എക്യുപ്മെന്റ് കോസ്റ്റ് 7 lakh ആണ്. യൂസ്ഫുൾ ലൈഫ് 5 കൊല്ലാണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ 7 lakh ആണ് കൊടുത്തിട്ടുണ്ട്. 3 ഈക്വൽ ആൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഓരോ കൊല്ലത്തിന് അവസാനം. ദ പ്രോപ്പർട്ടി റിവേർട്ട് ബാക്ക് 3 കൊല്ലം കഴിഞ്ഞ് ലെസർക്ക് പ്രോപ്പർട്ടി കിട്ടും. അൺഗ്യാരന്റീഡ് റെസിഡ്യൂവൽ വാല്യൂ 75,000 ആണ് 2016 3 കൊല്ലം കഴിയുമ്പോൾ കേട്ടോ. അൺഗ്യാരന്റീഡ് റെസിഡ്യൂവൽ വാല്യൂ. ഇന്റേണൽ റേറ്റ് റിട്ടേൺ 10% ആണ്. ഇനി ആ 10% വെച്ച് 3 കൊല്ലത്തിന്റെ അവസാനമുള്ള പെർസെന്റ് വാല്യൂ 0.7513 ആണ്. ഓക്കെ, പെർസെന്റ് വാല്യൂ ഓഫ് അന്വിറ്റി 1 രൂപയ്ക്ക് 3 കൊല്ലം കഴിയുമ്പോൾ ഉള്ള ടോട്ടൽ പെർസെന്റ് വാല്യൂ 10% വെച്ച് 2.4868 ആണ്. കണ്ടുപിടിക്കേണ്ട ഇത് ഫിനാൻസ് ലീസ് ആണോ അല്ലേ, അതുപോലെ അൺഏൺഡ് ഫിനാൻസ് ഇൻകം, ഇതാണ് കണ്ടുപിടിക്കണം. രണ്ടും കണ്ടുപിടിക്കണം. ആദ്യം നിങ്ങൾ ഇത് ഫിനാൻസ് ലീസ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുക, പിന്നെ അൺഏൺഡ് ഫിനാൻസ് ഇൻകം കണ്ടുപിടിക്കുക. അപ്പോ ഇതെങ്ങനെ ചെയ്യാം വെച്ചാൽ ആദ്യ റെസിഡ്യൂവൽ വാല്യൂ അതിന്റെ പെർസെന്റ് വാല്യൂ ഫാക്ടർ 75,000 ഇൻറ്റു 0.7513, അപ്പൊ കിട്ടുക 56,348. എന്നിട്ട് നമുക്കറിയാം ഈ ലെസ്സിയുടെ ബുക്ക് ആകുമ്പോ, ലെസ്സിയുടെ കാഴ്ചപ്പാടാകുമ്പോ, ഫിനാൻസ് ലീസ് ആകുമ്പോ അത് അസറ്റ് ആയിട്ട് ലാബിലിറ്റി ആയിട്ടാണ് ലെസ്സി റെക്കഗ്നൈസ് ചെയ്യേണ്ടത് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഗ്യാരന്റിയുടെ റെസിഡ്യൂവൽ വാല്യൂ ആണ് എടുക്കുള്ളൂ, അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ എടുക്കില്ല. എന്ത് ഈ ഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ, അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ എൻ്റെ ഒരു വണ്ടി ഞാനൊരു 3 കൊല്ലം മുന്നേ വാങ്ങിച്ച വണ്ടിക്ക് വില 3,85,000 രൂപയാണ്. ഇപ്പോ ആ വണ്ടി മാരുതി വണ്ടിയാണ്. മാരുതി കമ്പനി ഡീലേഴ്സ് വന്നിട്ട് 2,34,000 തരാൻ സമ്മതിച്ചു. അപ്പൊ അതാണ് ഗ്യാരന്റി റെസിഡ്യൂവൽ വാല്യൂ. ഞാൻ ഒരു 2,75,000 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ 2,75,000 2,34,000 നമ്മുടെ വ്യത്യാസം, അതാണ് അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ കേട്ടോ. അപ്പൊ ഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ ആണ് ലെസ്സിയുടെ കാഴ്ചപ്പാടില് അസറ്റ് ആയിട്ട് ലാബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ട എമൗണ്ട് ഉൾപ്പെടുത്താവൂ. ഇവിടെ അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ ആണ്, അതുകൊണ്ട് അത് മൈനസ് ചെയ്തു. അപ്പൊ ബാക്കി കിട്ടുക 6,43,652. ഇനി ആനുവൽ പേയ്മെന്റ് വെച്ച് അതേ ബൈ ഈ 6,43,652 ബൈ ആ ടോട്ടൽ ഡിസ്കൗണ്ട് ഫാക്ടർ 2.4868, അപ്പൊ 2,58,827. ഇനി നമ്മൾ തീരുമാനിക്കേണ്ട ആദ്യം ഇത് ഫിനാൻസ് ലീസ് ആണോ അതോ ഓപ്പറേറ്റീവ് ലീസ് ആണോ. ടോട്ടൽ മിനിമം വാല്യൂ ലീസ് പേയ്മെന്റ്, പെർസെന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ് എത്ര 6,43,652 അല്ലേ. ഫെയർ മാർക്കറ്റ് വാല്യൂ എത്ര 7 lakh അല്ലേ. അപ്പൊ ഏകദേശം സബ്സ്റ്റാൻഷ്യലി ഈക്വൽ അല്ലേ, അതുകൊണ്ട് ഫിനാൻസ് ലീസ് ആണ് കേട്ടോ. 5 കണ്ടീഷൻ പഠിച്ചു അല്ലെ, ഏതെങ്കിലും കണ്ടീഷൻ ഈക്വലായ ഫിനാൻസ് ലീസ് ആയി. ഇനി അൺഏൺഡ് ഫിനാൻസിങ് കണ്ടുപിടിക്കണം. എങ്ങനെ ഈ അൺഏൺഡ് ഫിനാൻസിങ് കണ്ടുപിടിക്കുക? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും നെറ്റ് ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് അൺഏൺഡ് ഫിനാൻസിങ്. എങ്ങനെ ഗ്രോസ് ഇൻവെസ്റ്റ് കണ്ടുപിടിക്കുക? ഈ ലീസ് പേയ്മെന്റ് എല്ലാം കൂടി കൂട്ടുക, അതിന്റെ കൂടെ ഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ കൂട്ടുക. ഇവിടെ ഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ ഇല്ല, അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ ഉണ്ട്. അത് 75,000 കൂട്ടി, അപ്പോ 8,51,481. ഇനി എന്താ ചെയ്യേണ്ടത്? അതെന്താ ചെയ്യേണ്ടത്? ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുക. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് വെച്ചാൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പെർസെന്റ് വാല്യൂ ആണ്. ആ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പെർസെന്റ് വാല്യൂ കിട്ടുമ്പോൾ 7 lakh ആണ് കിട്ടുക. കണ്ടോ, 7 lakh അല്ലേ. ഇവിടെ അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ കൂട്ടാം, അപ്പൊ കിട്ടുക 7 lakh ആണ്. അത് മൈനസ് ചെയ്യാം. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റോ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ വ്യത്യാസമാണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം. അത് 1,51,481. ഓക്കെ, മറ്റു കോസ്റ്റ് കേട്ടോ. ഇവിടെ എങ്ങനെ വെച്ചാ സെയിൽ ചെയ്യാണ്, എന്നിട്ട് അത് ലീസിന് നമ്മളൊരു അസറ്റ് വിൽക്കുക, എന്നിട്ട് അത് ലീസായിട്ട് തിരിച്ചു വാങ്ങിക്കുക. 31/3/2018.
അങ്ങനെ ആകുമ്പോൾ 2017-18 എന്തെങ്കിലും ഗെയിനോ ലോസോ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെയിൽ പ്രൈസ് 4 lakh ആണ്, ക്യാരി എമൗണ്ട് 3 lakh ആണ്. അപ്പോ സാധാ രീതിയിൽ ഇങ്ങനെ അസറ്റ് വിറ്റിട്ട് ലീസിന് എടുക്കുമ്പോൾ, അസറ്റ് വിറ്റു എന്നിട്ട് ലീസിന് വാങ്ങിക്കുമ്പോൾ ഈ സെയിൽ പ്രൈസും ക്യാരി എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസം 1 lakh, അതാണ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കേണ്ടത്. 1 lakh. പക്ഷെ ആ 1 lakh ഉടനെ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാൻ പാടില്ല. 31/3/2018 ഉടനെ കാണിക്കാൻ പാടില്ല. അതെങ്ങനെയാ വെച്ചാൽ അസറ്റ് എത്ര കൊല്ലം ഉണ്ടോ ആ അസറ്റ് 25 കൊല്ലം ഉണ്ട് ഇവിടെ, ആ ഓരോ കൊല്ലം വരുന്ന ഡിപ്രിസിയേഷൻ അതിന്റെ പ്രൊപ്പോസിഷനിലാണ് ആ 1 lakh കാണിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇമ്മീഡിയറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇമ്മീഡിയറ്റ് വല്ല പ്രോഫിറ്റ് ഉണ്ടോ വെച്ചാൽ ആൻസർ നിൽ എന്നാണ് കേട്ടോ. ഉത്തരം കിട്ടാൻ നിൽ. അപ്പൊ അതിന്റെ തിയററ്റിക്കൽ പോർഷൻ ആണിത്. അങ്ങനെ അസറ്റ് വിറ്റിട്ട് ആ ലീസിന് തിരിച്ചെടുക്കുമ്പോൾ ആ കിട്ടുന്ന പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്. അത് ഇറ്റ് ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ് ഓവർ ലീസ് ടേം ഇൻ പ്രൊപ്പോർഷൻ ടു ദി ഡിപ്രിസിയേഷൻ ലീസ് അസറ്റ് കേട്ടോ. അതാണ്. ഇനി നമുക്ക് ഇപ്പൊ ഫിനാൻസ് ലീസ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഓപ്പറേറ്റ് ലീസ് നോക്കണ്ട. ഓപ്പറേറ്റ് ലീസ് ആകുമ്പോൾ ലെസ്സറുടെ ബുക്കിൽ എന്തൊക്കെ ജേണൽ വരിക, ലെസ്സറുടെ ബുക്കിൽ എന്തൊക്കെ ജേണൽ വരിക, അതാണ് അടുത്ത് നോക്കേണ്ടത് കേട്ടോ. ഫിനാൻസ് ലീസ് കംപ്ലീറ്റ് ആയി. ഇനി ഓപ്പറേറ്റ് ലീസ്. ഓപ്പറേറ്റ് ലീസ് ആകുമ്പോൾ എങ്ങനെയൊക്കെ വരും നോക്കാം. ഓക്കെ, ഫിനാൻസ് ലീസ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി 2 വീഡിയോയും കൂടി വേണ്ടി വരും. ആ ഓപ്പറേറ്റ് ലീസിന്റെ കാര്യം നോക്കാനും പിന്നെ ഈ ലീസിന്റെ പുതിയ അക്കൗണ്ട് സ്റ്റാൻഡേർഡ്. അപ്പൊ നമുക്ക് ഓപ്പറേറ്റ് ലീസിന്റെ അടുത്ത വീഡിയോ, അതിന്റെ അടുത്ത വീഡിയോ ആയിട്ട് ലീസിന്റെ പുതിയ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് നോക്കാം. അതായിരിക്കും ഉചിതം. ഓക്കെ.